അപ്രതീക്ഷിതമായി കോഴിക്കോട് മിഠായി തെരുവിൽ ചെന്നെത്തിയപ്പോൾ ആദ്യം കണ്ടത് എന്നത് ഇതുപോലെ ഒരു അമ്പലത്തിലെ ഘോഷയാത്രയാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ തെരുവാണ് മിഠായി തെരുവ് അഥവാ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്. തെരുവിൻ്റെ ഇരുവശങ്ങളിലും ഹൽവ കടകൾ കൊണ്ടും തുണിക്കച്ചവടങ്ങൾ കൊണ്ടും നിറഞ്ഞിരുന്നു. ഇവിടെ ലഭിക്കുന്ന കോഴിക്കോടൻ ഹൽവയും നേന്ത്രക്കായ ഉപ്പേരിയുമെല്ലാം വളരെ പ്രശസ്തമാണ്. മിഠായി തെരുവിനുള്ളിൽ പഴയ മോഡൽ ഒരു തിയേറ്റർ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ പേര് രാധാ തിയേറ്റർ. ഹൽവ കടകൾക്ക് പ്രശസ്തമായ ഈ തെരുവിന് പേര് നൽകിയത് യൂറോപ്പുകാരാണ്. യൂറോപ്യന്മാർ കോഴിക്കോടൻ ഹൽവയെ സ്വീറ്റ് മീറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹുസൂർ റോഡ് എന്നായിരുന്നു മിഠായി തെരുവിൻ്റെ ആദ്യ നാമം. പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ഈ റോഡിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചു. കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനശാലകളുള്ള സ്ഥലമാണ് SM സ്ട്രീറ്റ് എന്ന മിഠായി തെരുവ്. ഹൽവയും മിഠായികളും വിൽക്കുന്ന കടകളായിരുന്നു മിഠായി തെരുവിൽ കൂടുതലായി ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നതല്ല സ്ഥിതി. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉള്ളത് തുണിക്കച്ചവടമാണ്. ഈ കടയിൽ 150 രൂപ മുതലാണ് വാച്ചുകൾക്ക് വില. അത് വാങ്ങാനാണ് ഈ തിരക്ക്. ഇദ്ദേഹത്തിൻ്റെ സർബത്ത് കുടിക്കാനാണ് ഈ ആൾക്കാരെല്ലാവരും കൂടി നിൽക്കുന്നത്. ഞങ്ങളും വാങ്ങി 2 എണ്ണം. രണ്ട് സർബത്തുകളിൽ ഒരെണ്ണം വിത്തൗട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് സർബത്ത് കിട്ടിയത്. കുടിച്ചു നോക്കാം. പഞ്ചസാര ഇട്ടില്ല, പഞ്ചസാര ഇട്ടുണ്ട്. രൂപയാണ് ഒരു സർബത്തിന്റെ വില. ചില്ലറ ഇല്ലാത്തതിനാൽ അദ്ദേഹം 50 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ. അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞ് വീണ്ടും മുന്നോട്ടേക്ക് യാത്ര തുടർന്നു. ഹലോ മേടിച്ചില്ല, മേടിക്കുമ്പോൾ ഞങ്ങൾ സർബത്ത് കൊടുത്തു. സർബത്ത് പേരെന്താ? സൽമാൻ. ക്യാമറ കണ്ടതോടെ എല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയാണ് സമീപിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ കൂടുതലും തുണികളും ചെരുപ്പുകളും വിൽക്കുന്ന കടകളാണ്. 150 രൂപ മുതലാണ് അവയുടെയൊക്കെ വില തുടങ്ങുന്നത്. വൻ വിലക്കുറവിൽ ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അലൻ ഹരി പിന്നെ ചിപ്സോ ഹലുവ മിഠായി. അതിനിടയിൽ വിഷുബമ്പർ ലോട്ടറിയുമായി ഒരു ചേട്ടൻ ഒരുപാട് നേരം പുറകെ നടന്നതുകൊണ്ട് ഏതായാലും ഒരെണ്ണം എടുത്തു. എപ്പോഴാണ് ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിറഞ്ഞ സ്നേഹത്തോടെ വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി.
ചെരുപ്പ് കട കണ്ടിട്ടാണോ എന്താ പറഞ്ഞുകൂടാ. നമുക്കെല്ലാം ചെരുപ്പ് മേടിച്ച് കൊടുക്കാം. അപ്പോൾ പൈസ ചെരുപ്പ് മേടിക്കുന്നത് ഇത് ചെരുപ്പ്